ഇന്ന് നമുക്ക് ബേബി ആൻഡ് ബേബി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പ്രണയിച്ച് വിവാഹം കഴിച്ച ശിവയും ഗുണയും ഇവർക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ്. ഒരാൾക്ക് ആൺകുഞ്ഞും ഒരാൾക്ക് പെൺകുഞ്ഞും. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളും പരസ്പരം മാറിപ്പോകുന്നു. ഈ കുഞ്ഞുങ്ങളെ അവർക്ക് തിരികെ കിട്ടിയോ, അതിനുശേഷം ഇവർ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നൊക്കെയാണ് സിനിമയുടെ കഥ മുഴുവൻ. എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു എയർപോർട്ടാണ്. അവിടെ നിൽക്കുകയാണ് നായകനായ ശിവയും ശിവയുടെ ഭാര്യയും കുഞ്ഞും, പിന്നെ ശിവയുടെ ഭാര്യയുടെ സഹോദരിയും. ശിവയും ഭാര്യയും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. ഇവർക്കൊരു ആൺകുഞ്ഞുമുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് അതേ എയർപോർട്ടിൽ തന്നെ നിൽക്കുന്ന ഗുണയെയും ഗുണയുടെ ഭാര്യയും കുഞ്ഞിനെയും കാണിക്കും. കൂടാതെ ഗുണയോടൊപ്പം ഗുണയുടെ ഭാര്യയുടെ സഹോദരനും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരേ ഫ്ലൈറ്റിൽ തന്നെ പോവുകയാണ്. എന്നാൽ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയം ഗുണയുടെ ഭാര്യയുടെ സഹോദരനുണ്ടല്ലോ, അവനാണെങ്കിൽ നമ്മുടെ നായകനായ ശിവയുടെ ഭാര്യയുടെ സഹോദരിയെ കാണുന്ന സമയത്ത് അവനൊരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നു. എന്നാൽ അവളാണെങ്കിലോ, ഇയാളെന്താ എന്നെ തന്നെ നോക്കുന്നത്, ഇയാൾക്ക് എന്താ ഉദ്ദേശം എന്നൊക്കെ ആ പെൺകുട്ടി ചിന്തിക്കും. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ശിവയുടെ കുഞ്ഞിനെയും എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു. എന്നാൽ ഇത് കാണുന്ന ഗുണയുടെ അളിയനാണെങ്കിലോ ഗുണയുടെ കുഞ്ഞിനെയും എടുത്ത് അവളുടെ പിന്നാലെ പോയി. ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് സംസാരിച്ചു കൊണ്ടേ നിൽക്കും. ഇവർ ചെറിയ പ്രണയത്തിലാകുന്ന മട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ശിവയും പിന്നെ ഗുണയും ഒക്കെ അവിടേക്ക് ചെല്ലും. രണ്ടുപേരും ചെല്ലുന്നത് കണ്ട് വെപ്രാളപ്പെട്ട് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് രണ്ടു കുഞ്ഞും പരസ്പരം മാറിപ്പോയി. ഗുണയ്ക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു. എന്നാൽ ഇതൊന്നും ആദ്യം ആരും മനസ്സിലാക്കിയതേയില്ല. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയ സമയത്താണ് കുഞ്ഞ് മാറിപ്പോയ കാര്യം ശിവയും ഗുണയും മനസ്സിലാക്കുന്നത്. ശിവയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. കുഞ്ഞു മാറിപ്പോയി, ഇനി എന്താ ചെയ്യുക, കുഞ്ഞു മാറിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം അതോടുകൂടി തീർന്നു എന്നൊക്കെ ശിവ പറയുകയാണ്. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. അതെന്താണെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ശിവയുടെ അച്ഛന്റെ പേരാണ് മഹാലിംഗം. ഈ മഹാലിംഗം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. ശിവയെ വിവാഹം കഴിക്കുവാൻ മഹാലിംഗം ഒരുപാട് തവണ നിർബന്ധിച്ചിരുന്നു. പക്ഷെ ശിവയാണെങ്കിൽ താൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുവെന്നും അവളെ മാത്രമേ വിവാഹം കഴിക്കൂവെന്നും മഹാലിംഗത്തിനോട് പറഞ്ഞിരുന്നു. എന്നാൽ മഹാലിംഗം പറയുന്നത്, നീ ഇഷ്ടപ്പെട്ട് നീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും എന്റെ സ്വത്തിൽ നിന്നും ഒരു ഭാഗം പോലും നിനക്ക് കിട്ടാൻ പോണില്ല. അഥവാ ഞാൻ കാണിച്ചു തരുന്ന പെൺകുട്ടിയാണ് നീ കല്യാണം കഴിക്കുന്നതെങ്കിൽ നിനക്ക് എന്റെ സ്വത്തിന് അവകാശിയാകാമെന്ന് പറയുന്നു. എന്നാൽ അച്ഛന്റെ ആ ഒരു തീരുമാനത്തെ എല്ലാം മറികടന്ന് അവൻ സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ അവൻ വിവാഹം കഴിച്ചു. അതോടുകൂടി അവൻ വീട്ടിൽ നിന്നും പുറത്തായി. എന്നാൽ ഈ മഹാലിംഗത്തിന് പെൺകുട്ടികളെ ഒട്ടും ഇഷ്ടമേ അല്ല. പക്ഷെ ആൺകുട്ടികളെന്ന് വെച്ചാൽ ജീവനാണ്. തന്റെ കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനായിരിക്കും മുഴുവൻ സ്വത്തെന്നും മഹാലിംഗം പറഞ്ഞിട്ടുണ്ട്. മഹാലിംഗത്തിന് 2 മക്കളാണുള്ളത്, ശിവയും പിന്നെ ശിവയ്ക്കൊരു ചേച്ചിയും. ചേച്ചി വിവാഹം കഴിഞ്ഞു. പക്ഷെ ചേച്ചിക്ക് ജനിച്ചത് പെൺകുഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വത്തൊന്നും കുഞ്ഞിന് പോവത്തില്ലല്ലോ. ചേച്ചിക്ക് പെൺകുഞ്ഞ് ജനിച്ചതിനാൽ മഹാലിംഗം അവർക്ക് യാതൊരുവിധ വിലയും കൊടുത്തിട്ടേയില്ല. അങ്ങനെ 1 വർഷങ്ങൾക്ക് ശേഷമാണ് ശിവയ്ക്കൊരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. ആ സന്തോഷം അച്ഛനെ വിളിച്ചറിയിച്ചു. എന്നാൽ മഹാലിംഗത്തിന് അത് കേട്ടതും ഒരുപാട് സന്തോഷമായി. കാരണം മഹാലിംഗത്തിന്റെ കുടുംബത്തിന്റെ ഇനി അടുത്ത അനന്തരാവകാശിയാണല്ലോ ആ കുഞ്ഞ്. അതുകൊണ്ട് എത്രയും വേഗം കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ വരുവാനായിട്ട് മഹാലിംഗം പറഞ്ഞു. അങ്ങനെയാണ് അവർ ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നതും. എന്നാൽ ഇപ്പോൾ കുഞ്ഞ് മാറിപ്പോയിരിക്കുകയാണല്ലോ. അതും പെൺകുഞ്ഞിനെയാണ് ശിവയ്ക്ക് കിട്ടിയിരിക്കുന്നതും. ആരുടെ കുഞ്ഞാണെന്ന് പോലും ശിവയ്ക്കും ഭാര്യയ്ക്കും അറിയത്തേയില്ല. ഈ കുഞ്ഞുമായിട്ട് എങ്ങനെ നാട്ടിലേക്ക് പോകുമെന്ന ടെൻഷനാണ് ശിവയ്ക്കും ഭാര്യയ്ക്കും. ഇവരുടെ നാട് പളനിയാണ്. എന്നാൽ ഇതേ ടെൻഷൻ തന്നെയാണ് അപ്പുറത്തെ വശത്ത് ഗുണയ്ക്കുമുള്ളത്. എന്തെന്നാൽ ഈ ഗുണയുടെ അച്ഛനാണെങ്കിൽ കുറച്ച് അന്ധവിശ്വാസമൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഗുണ നാട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ ദുബായിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ട് അവൻ ഇഷ്ടമായി അവളെ പ്രണയിച്ച് അവളെ തന്നെ വിവാഹവും കഴിച്ചു. അങ്ങനെ അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ഗുണയുടെ അച്ഛനാണെങ്കിൽ പെൺകുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗുണയെ സ്വീകരിക്കുവാനായിട്ടും അച്ഛൻ തയ്യാറായിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടാണ് പെൺകുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് വരുവാനായിട്ട് ഗുണയും ഭാര്യയും തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ പരസ്പരം മാറി ഗുണയുടെ കൈവശം ഇരിക്കുന്നത് ഒരു ആൺകുഞ്ഞാണല്ലോ. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങനെ വീട്ടിൽ കയറി ചെല്ലും എന്ന ടെൻഷനാണ് ഗുണയ്ക്ക്. എന്നാൽ മറ്റൊരു വശത്ത് എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ശിവയും ഭാര്യയും. ശിവയ്ക്കാണെങ്കിൽ ആ ഒരു എയർപോർട്ടിൽ അവനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരനെ ചെന്ന് കണ്ട് കാര്യം പറയും. അപ്പോൾ കൂട്ടുകാരൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ഈ കൂട്ടുകാരൻ ശിവയുടെ കുഞ്ഞ് ആരുടെ കൈവശമാണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്തി. എന്നിട്ട് രണ്ടുപേരുമായിട്ടും ചർച്ച ചെയ്തിട്ട് ഒരു സ്ഥലം ഫിക്സ് ചെയ്യും. ആ സ്ഥലത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടിയിട്ട് കുഞ്ഞുങ്ങളെ പരസ്പരം കൈമാറാം എന്നൊരു തീരുമാനത്തിലും എത്തി. അതിന് രണ്ടുപേരും സമ്മതിച്ചു. എന്നാൽ ഇവർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇവർ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ 2 പേരുടെയും നാട് കടന്ന് മാത്രമേ അങ്ങോട്ട് പോകാനാകൂ. എന്നാൽ ഇവിടെ വന്നിട്ട് അവരുടെ വീട്ടിൽ കയറാതെ പോയി കഴിഞ്ഞാൽ ഉറപ്പായും 2 കൂട്ടരുടെയും വീട്ടുകാരറിയും.
അതാകെ പ്രശ്നമാകും. അതുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു. കുഞ്ഞുങ്ങളെ മാറ്റുന്നതിന് മുൻപ് തന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലാമെന്ന്. അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. തങ്ങളുടെ പേരക്കുട്ടികൾ വരുന്നതറിഞ്ഞ് രണ്ട് വീട്ടുകാരും ഉത്സവം പോലെ അത് ആഘോഷിക്കുകയാണ്. നാട്ടിൽ വന്നിറങ്ങിയ ഉടനെ തന്നെ രണ്ടു പേർക്കും സ്വീകരണം. കുഞ്ഞുങ്ങളെയൊക്കെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാലും ഗുണയ്ക്കും ശിവയ്ക്കും ഇവരുടെ രണ്ടുപേരുടെയും ഭാര്യമാർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ശിവയാണെങ്കിൽ ഗുണയെ വിളിച്ചിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം, വീട്ടിലെ സ്ഥിതി കുറച്ച് മോശമാണ്, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്റെ അച്ഛൻ പൊക്കുമെന്നൊക്കെ ശിവ പറയുമ്പോൾ അതേ കാര്യം തന്നെയായിരുന്നു ഗുണയും പറയുന്നത്. ഗുണയുടെ വീടും അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണല്ലോ. അങ്ങനെ അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുവാനായിട്ട് രണ്ടു കൂട്ടരും തീരുമാനിച്ചു. പക്ഷെ ഒരു ഘട്ടത്തിൽ ശിവയുടെ അമ്മയാണെങ്കിൽ ശിവയുടെ കൈവശം ഇരിക്കുന്നത് പെൺകുഞ്ഞാണെന്ന് കണ്ടുപിടിച്ചു. പെൺകുഞ്ഞാണ് അവരുടെ കൈവശം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അമ്മയാണെങ്കിൽ ശിവയോട് ചോദിക്കും, എടാ, പെൺകുഞ്ഞ് ജനിച്ചിട്ട് ആൺകുഞ്ഞാണെന്ന് കള്ളം പറഞ്ഞുവല്ലേ, എന്തിനാടാ നീ ഇങ്ങനെ അച്ഛനെ പറ്റിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ശിവ അമ്മയോട് തുറന്നു പറഞ്ഞു. അത് കേട്ട അമ്മയാണെങ്കിൽ നാളെ രാവിലെ തന്നെ പോയി കുഞ്ഞിനെ കൈമാറ്റം ചെയ്യണം, നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുവരണമെന്നും അമ്മ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കുഞ്ഞിനെയും കൊണ്ട് രണ്ടുപേരും പോകുവാനായും തീരുമാനിക്കുന്നു, രണ്ടു വീട്ടിലും. എന്നാൽ അതേസമയം ശിവയുടെ അച്ഛനാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ പുറത്തൊന്നും പോകാനായി പറ്റില്ല. കുഞ്ഞിനെ സ്വർണ്ണ തൊട്ടിലാട്ടി അതിന് നമുക്ക് പേര് വെക്കണം, അതിനുശേഷം മാത്രമേ എങ്ങോട്ടായാലും പോകാൻ പറ്റുമെന്നും ശിവയുടെ അച്ഛൻ പറഞ്ഞു. അതുപോലെ തന്നെ ഗുണയുടെ വീട്ടിലും ഗുണയുടെ അച്ഛൻ പറയുന്നത്, കുഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, കുഞ്ഞിനെ കൊണ്ട് ഇപ്പോൾ പുറത്തു പോകാനായി പറ്റത്തില്ല, കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് പൂജയും കർമ്മങ്ങളും ഒക്കെയുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകാനായി പറ്റുമെന്ന് പറയും. അങ്ങനെ രണ്ടു കൂട്ടരും സ്വന്തം വീട്ടിൽ ലോക്കായിരിക്കുകയാണ്. പ്രശ്നം കുറച്ച് സീരിയസ് ആയതിനാൽ ഇന്ന് വേണ്ട, അടുത്ത ദിവസം കുഞ്ഞിനെ കൈമാറാമെന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ചു. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും ഭാര്യമാർക്ക് നല്ല വിഷമമുണ്ട്. സ്വന്തം കുഞ്ഞിനെ കാണാത്തതിന്റെ സങ്കടം ആ അമ്മമാർക്കുണ്ട്. എന്നാലും കൈവശമുള്ള കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവർ നോക്കുന്നത് പോലും. ഗുണയ്ക്കും ശിവയ്ക്കും അച്ഛന്മാരെ പറ്റിക്കുന്നല്ലോ എന്ന സങ്കടവുമുണ്ട്. ശിവയുടെ അച്ഛനാണെങ്കിൽ ശിവയുടെ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്നതെല്ലാം ശിവ കാണുന്നുണ്ട്. എന്നാൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്തെന്നാൽ ശിവയുടെ സഹോദരിക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞാണല്ലോ. ആ പെൺകുഞ്ഞിനെ മഹാലിംഗമാണെങ്കിൽ കൈകൊണ്ട് പോലും തൊടുന്നതേയില്ല. ആ കുഞ്ഞിനെ കാണുന്നത് പോലും വെറുപ്പ് പോലെയാണ് പെരുമാറുന്നതും. ഇതെല്ലാം കാണുന്ന ശിവയുടെ സഹോദരിക്കും സഹോദരിയുടെ ഭർത്താവിനും വല്ലാത്ത ദേഷ്യമാണ് വരുന്നത്. കാരണം ഇത്രയും നാൾ ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞിനെ അച്ഛനൊന്ന് കൈകൊണ്ട് പോലും തൊടുന്നില്ല. ദേ ഇന്നലെ വന്ന കുഞ്ഞിനെ എടുത്തു വെച്ച് കൊഞ്ചിക്കുന്നു. അതവർക്ക് സഹിക്കാനായില്ല. മാത്രവുമല്ല, ശിവയുടെ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു സ്വർണ്ണ തൊട്ടിലുണ്ടല്ലോ, ആ സ്വർണ്ണ തൊട്ടിലിൽ സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ എടുത്തു വെച്ച് കിടത്താനായി ശ്രമിക്കും. എന്നാൽ അത് കാണുന്ന മഹാലിംഗം പറയുന്നത്, ഈ സ്വർണ്ണ തൊട്ടിലെ പെൺകുഞ്ഞുങ്ങൾക്ക് കിടക്കാനുള്ളതല്ല, അതിന്റെ ആൺകുഞ്ഞിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാ, അതുകൊണ്ട് കുഞ്ഞിനെ എടുക്കുവാനായിട്ടും പറഞ്ഞ് അപമാനിക്കും വിധമാണ് മഹാലിംഗം സംസാരിക്കുന്നതും. അത് കേട്ട് അളിയന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ചേച്ചിക്കും ദേഷ്യം വരുന്നുണ്ട്. ശിവയുടെ അളിയൻ ചിന്തിക്കുന്നത്, ഈ കുഞ്ഞല്ലേ പ്രശ്നം, ഈ കുഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് ആ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോകുവാനായിട്ട് ഒരാളിനെ റെഡിയാക്കും. എന്നാൽ മറ്റൊരു വശത്ത് മഹാലിംഗം പറയുന്നത്, കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് നടക്കുന്നതിന് മുൻപ് നിന്റെ അമ്മായിച്ചന്റെ വീട്ടിലും വിവരം അറിയിക്കണ്ടേ, അവരും കൂടി ഈ ചടങ്ങിന് വേണമെന്നും മഹാലിംഗം പറയുന്നു. അങ്ങനെ ശിവയുടെ അമ്മായിച്ചന്റെ വീട്ടിലേക്ക് ആ വിവരം അറിയിക്കുവാനായിട്ട് പോകുവാനായും എല്ലാവരും തീരുമാനിക്കും. ഒരു മലമുകളിലുള്ള ഒരു അമ്പലത്തിൽ വെച്ചാണ് രണ്ടു കൂട്ടരും കണ്ടുമുട്ടി അവർ ആ ഒരു വിവരമൊക്കെ പറയാമെന്നും തീരുമാനിക്കുന്നത്. അവിടേക്ക് പോകുവാനായി റെഡിയാവുകയാണ് എല്ലാവരും. എന്നാൽ ശിവയാണെങ്കിൽ ഉടനെ തന്നെ ഗുണയെ വിളിച്ചിട്ട്, ഇതുപോലെ എന്റെ വീട്ടുകാർ ഒരു മലമുകളിലുള്ള അമ്പലത്തിൽ വെച്ച് കാണുവാനായും തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ വെച്ച് നമുക്ക് കുഞ്ഞിനെ പരസ്പരം കൈമാറാമെന്നും പ്ലാൻ ഇടുകയാണ്. അങ്ങനെ അവർ ആ ഒരു മലമുകളിലുള്ള അമ്പലത്തിലേക്കും പോകും. കൂടെ ശിവയുടെ അളിയനും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ അളിയനാണെങ്കിൽ കുഞ്ഞിനെ കടത്തുവാനായി തീരുമാനിച്ചല്ലോ. ആ ഒരു ഗുണ്ടയും അവിടെ എത്തി. കുഞ്ഞിനെ കൊണ്ടുപോകുവാനായി ശ്രമിക്കുന്ന കാര്യമെല്ലാം ശിവയ്ക്കും മനസ്സിലായി. അവിടെ വെച്ച് ഒരു ഫൈറ്റ് നടക്കും. കുഞ്ഞിനെ എങ്ങനെയൊക്കെയോ ശിവ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ വിചാരിച്ചതുപോലെ കുഞ്ഞിനെ അവർക്ക് കൈമാറുവാനായി പറ്റിയില്ല. ഇവർ കുഞ്ഞിനെ കൈമാറാനായിട്ട് തീരുമാനിച്ചെങ്കിലും ഗുണയ്ക്ക് കുഞ്ഞുമായിട്ട് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുവാനായും കഴിഞ്ഞില്ല. കാരണം ഗുണയുടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായതിനാൽ ഗുണയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അന്നേ ദിവസം രാത്രി ശിവയുടെ കൈവശമുള്ള ഗുണയുടെ കുഞ്ഞുണ്ടല്ലോ, കരച്ചിലോട് കരച്ചിൽ. ഒടുവിൽ ശിവയും ഭാര്യയും കൂടി പാട്ടുപാടിയാണ് കുഞ്ഞിനെ ഉറക്കിയതും. എന്നാൽ മറ്റൊരു വശത്ത് ഗുണയുടെ കൈവശമുള്ള ശിവയുടെ കുഞ്ഞും ഉറങ്ങുന്നതേയില്ല. ആ കുഞ്ഞും കരച്ചിൽ. ഒരു ഘട്ടത്തിൽ കുഞ്ഞാണെങ്കിൽ വല്ലാതെ ഛർദ്ദിക്കുവാനായും തുടങ്ങി. കുഞ്ഞിന് ഫുഡ് പോയിസൺ ബാധിച്ചിരിക്കുന്നു. കുഞ്ഞിനെ എത്രയും വേഗം അവർ ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്തു. ആ വിവരം ശിവയുടെ വൈഫ് അറിയുകയാണ്. എന്നാൽ അവളാണെങ്കിൽ, എനിക്ക് ഈ കാര്യം ഒന്നും അറിയണ്ട, നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ കാര്യമൊക്കെ നോക്കി ഇവിടെ ഇരുന്നു, പക്ഷെ എനിക്കെന്റെ കുഞ്ഞാണ് വലുത്, എനിക്കെന്റെ കുഞ്ഞിനെ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞ് അവൾ വല്ലാതെ ബഹളം വെക്കുവാനായും തുടങ്ങി. എങ്ങനെയെങ്കിലും അന്നേ ദിവസം തന്നെ കുഞ്ഞുങ്ങളെ കൈമാറാമെന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ചു. അങ്ങനെ അവർ ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് അവിടേക്ക് പോവുകയാണ്.
ഗുണയും ഗുണയുടെ ഭാര്യയും കുഞ്ഞും അവിടെ എത്തിയ സമയത്ത് അവിടെ എത്തിയ ശിവയും ശിവയുടെ ഭാര്യയും ശിവയുടെ ഭാര്യയുടെ സഹോദരിയും മാത്രമായിരുന്നു. ശിവയുടെ കൈവശം ഗുണയുടെ കുഞ്ഞില്ല. എന്റെ കുഞ്ഞെവിടെയെന്ന് ഗുണ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്നും കുഞ്ഞിന് നഷ്ടമായി എന്നാണ് ശിവ പറഞ്ഞത്. അത് കേട്ട് ഗുണയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഗുണയുടെ ഭാര്യയും കരയുവാനായും തുടങ്ങി. എങ്കിൽ ശരി, നിന്റെ കുഞ്ഞിനെ ഞാൻ തിരികെ തരുന്നില്ല. എന്റെ കുഞ്ഞിനെ നീ എപ്പോൾ തരുന്നോ അപ്പോൾ മാത്രമേ നിന്റെ കുഞ്ഞിനെ ഞാൻ തിരികെ തരൂ എന്ന് പറഞ്ഞ് ആ കുഞ്ഞുമായി ഗുണ തിരികെ പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെ ശിവയുടെ കുഞ്ഞാണെങ്കിൽ ശിവയെ നോക്കി അച്ഛാ എന്ന് വിളിക്കുന്നു. അത് കേൾക്കുന്ന ഗുണയ്ക്കും ഗുണയുടെ ഭാര്യയ്ക്കും സഹിക്കുന്നില്ല. നമ്മൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ പിരിച്ചുകൊണ്ടു പോകുന്നത് ശരിയാണോ എന്ന് ഭാര്യ ചോദിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞിനെ കിട്ടണ്ടേ? നമ്മുടെ കുഞ്ഞിനെ കിട്ടാതെ അവന്റെ കുഞ്ഞിനെ അങ്ങ് കൊടുത്താൽ മതിയോ എന്ന് ഗുണ ചോദിക്കുന്നു. എന്നാൽ രണ്ടു പേർക്കും അതിന് മനസ്സ് വന്നില്ല. ശിവയുടെ കുഞ്ഞിനെ ശിവയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. എന്നാൽ ശിവയാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് കുഞ്ഞിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്നും തീരുമാനിക്കും. രണ്ടു കൂട്ടരുടെയും വീട്ടുകാർ ഫോൺ വിളിക്കുമെങ്കിലും അതൊന്നും അറ്റൻഡ് ചെയ്യാതെ കുഞ്ഞിനെ കണ്ടുപിടിക്കുവാനുള്ള തിരക്കിലാണ് രണ്ടുപേരും. എന്നാൽ ഈ കുഞ്ഞിനെ എങ്ങനെയാണ് നഷ്ടമായതെന്ന് അറിയണ്ടേ? ശിവയുടെ അളിയനുണ്ടല്ലോ, അളിയൻ ഒരാളെ കുഞ്ഞിനെ കടത്തുവാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിരുന്നല്ലോ. അയാളും അയാളുടെ ഗ്യാങ്ങും ശിവയും കൂട്ടരും കാറിൽ പോകുന്ന സമയത്ത് കുഞ്ഞിനെ മാറ്റുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ കാറിലാണെങ്കിൽ ബൈക്ക് കൊണ്ടുവന്നിടിക്കും. അവിടെ വെച്ച് ശിവയും അവരുമായിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റിനിടയിലാണ് കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോയതും. എന്നാൽ ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ട് തയ്യാറായില്ല. കാരണം ഈ കാര്യം അവരുടെ അച്ഛനൊക്കെ അറിഞ്ഞാലോ എന്നൊരു ടെൻഷനാണ് രണ്ടുപേർക്കും. ശിവയുടെ അളിയനാണെങ്കിൽ ഒരുപാട് സന്തോഷം. കാരണം കുഞ്ഞിനെപ്പോൾ കടത്തിക്കൊണ്ടു പോയല്ലോ. എന്നാൽ അവിടെ വെച്ച് അവരുടെ കൈവശമുള്ളത് പെൺകുഞ്ഞാണെന്ന് ജയുടെ അളിയന് മനസ്സിലായി. അത് മനസ്സിലാക്കിയ അളിയനാണെങ്കിൽ വീട്ടിൽ വന്ന് ആകെ ബഹളം. അതെ, ഇവൻ ആൺകുഞ്ഞെന്ന് പറഞ്ഞല്ലേ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അത് ആൺകുഞ്ഞല്ല, ഇവന് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അളിയൻ എല്ലാവരെയും അറിയിച്ചു. അത് കേൾക്കുന്ന മഹാലിംഗത്തിനും വല്ലാത്ത ദേഷ്യം വരികയാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ അന്വേഷിക്കുകയാണ് ശിവയും ഗുണയും ചേർന്ന്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ അളിയനാണ് കുഞ്ഞിനെ കടത്തുവാനായിട്ട് എല്ലാ ഏർപ്പാടും ചെയ്തതെന്നും ആരുടെ കൈവശമാണ് കുഞ്ഞുള്ളതെന്ന കാര്യവും ശിവയ്ക്കും ഗുണയ്ക്കും മനസ്സിലായി. അച്ഛന്റെ മുന്നിൽ വെച്ച് അളിയൻ എല്ലാ കാര്യവും പറഞ്ഞതിനാൽ എല്ലാ സത്യവും ശിവയ്ക്ക് തുറന്നു പറയേണ്ടി വന്നു. അതിലൂടെ അളിയന് മനസ്സിലായല്ലോ ഇപ്പോൾ അവരുടെ കൈവശമുള്ളത് ഗുണയുടെ കുഞ്ഞാണെന്ന്. ഉടനെ തന്നെ ആ ഒരു കടത്തിക്കൊണ്ടുപോയ ഗുണ്ടയുണ്ടല്ലോ, ഗുണ്ടയെ കൊണ്ട് ഗുണയെ ഫോൺ വിളിപ്പിക്കും. എന്നിട്ട് പറയുന്നത്, നിന്റെ കൈവശമുള്ള ശിവയുടെ കുഞ്ഞിനെ ഞങ്ങളുടെ കൈവശം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിനെ തിരികെ തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഗുണയാണെങ്കിൽ ആ ഒരു വിളിച്ച നമ്പർ ട്രേസ് ചെയ്ത് അവരുടെ ലൊക്കേഷനൊക്കെ കണ്ടെത്തി. ശിവയും ഗുണയും ചേർന്ന് ആ ഒരു സ്ഥലത്തേക്ക് പോകും. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. കുഞ്ഞിനെ കടത്തുവാനായിട്ട് കൂട്ടുനിന്നത് ശിവയുടെ അളിയൻ മാത്രമല്ല, ശിവയുടെ ഭാര്യയുടെ മാമനും കൂടിയായിരുന്നു. രണ്ടുപേരും ചേർന്നുള്ള ഒത്തുകളിയാണത്. എന്തിനെന്നാൽ ശിവയുടെ കുഞ്ഞിന്റെ പേരിൽ വന്നു ചേരാൻ പോകുന്ന സ്വത്തിന് വേണ്ടിയിട്ട്. നീ ദേ ഈ പത്രത്തിൽ ഒപ്പിട്ട് തന്നാൽ ഈ കുഞ്ഞിനെ തിരികെ തരാമെന്നും ശിവയോട് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ട് ശിവയും ഗുണയും കൂട്ടാക്കിയില്ല. അവിടെ വെച്ചൊരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. ആ ഫൈറ്റിനൊടുവിൽ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് അവർ പോവുകയാണ്. എന്നാൽ കുഞ്ഞാണെങ്കിൽ നല്ല മയക്കത്തിലായിരുന്നു. കുഞ്ഞിനെ അവർ നേരെ ഹോസ്പിറ്റലിലും അഡ്മിറ്റാക്കും. എന്നാൽ അതേ ഹോസ്പിറ്റലിലേക്ക് മഹാലിംഗവും പിന്നെ ഗുണയുടെ അച്ഛനും എത്തുകയാണ്. മഹാലിംഗമാണെങ്കിൽ അതൊരു പെൺകുഞ്ഞായതിനാൽ അതിനെ കാണുവാൻ പോലും കൂട്ടാക്കുന്നതേയില്ല. എന്നാൽ ഇപ്പോൾ തന്റെ മകന് ജനിച്ചിരിക്കുന്നത് ആൺകുഞ്ഞാണെന്ന് അച്ഛൻ അറിയാമല്ലോ. പക്ഷേ ഗുണയുടെ കുഞ്ഞ് പെൺകുഞ്ഞായതിനാൽ അച്ഛൻ മൈൻഡ് ചെയ്യുന്നതുമില്ല. അവിടെ എത്തുന്ന മഹാലിംഗത്തിനോടും പിന്നെ ഗുണയുടെ അച്ഛനോടും ശിവ പറയുന്നുണ്ട്, കുഞ്ഞാണായാലും പെണ്ണായാലും നമുക്കെല്ലാം ഒരുപോലെയല്ലേ, എന്തിനാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് എന്നൊക്കെ അച്ഛനോട് പറയുന്നു. ശിവ സംസാരിക്കുന്നത് കേട്ട് അച്ഛന്റെ മനസ്സലിയുകയാണ്. കുഞ്ഞുങ്ങളെല്ലാവരും ഒരുപോലെയാണ്. കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവം തരുന്ന സമ്മാനമാണെന്നും രണ്ടച്ഛന്മാർക്കും മനസ്സിലായി. അവരുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ചിന്തകളുണ്ടല്ലോ, ഒരാൾക്ക് ആൺകുഞ്ഞിനെ ഇഷ്ടമാണ്, മറ്റൊരാൾക്ക് പെൺകുഞ്ഞിനെയാണ് ഇഷ്ടം. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറി വന്ന് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയാണെന്ന ചിന്തയിൽ എത്തുവാനായും തുടങ്ങി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് നടക്കുകയാണ്, ശിവയുടെ കുഞ്ഞിന്റെ. എന്നാൽ അവിടേക്ക് ഗുണയുടെ കുഞ്ഞും എത്തുകയാണ്. പിന്നെ അവന്റെ അളിയന്റെ കുഞ്ഞുമുണ്ടല്ലോ, അത് രണ്ടും പെൺകുഞ്ഞല്ലേ. ശിവയാണെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളെയും ആ ഒരു സ്വർണ്ണ തൊട്ടിലിൽ വെച്ച് മഹാലിംഗത്തിനെ കൊണ്ട് 3 കുഞ്ഞുങ്ങൾക്കും പേരിടൽ ചടങ്ങ് നടത്തി. എല്ലാവർക്കും സന്തോഷമായി. മഹാലിംഗത്തിന്റെ ചിന്തയൊക്കെ മാറി. എല്ലാ കുഞ്ഞുങ്ങളും ഒന്നാണ് എന്നൊരു മനസ്സ് മഹാലിംഗത്തിന് വന്നു. കുടുംബമെല്ലാം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.